ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ? എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിട്ടുള്ള ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ അല്ലെ? 2024 അവസാനം വന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ട് തന്നെയാണ്. ഇവിടെ പ്രിലിംസും മെയിൻസും കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ തന്നെ പ്രിലിംസും മെയിൻസും ഉണ്ട്. പക്ഷേ മെയിൻ തന്നെ എന്താണ്, 2 പേപ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർവ്യൂവും ഉണ്ടാകുമെന്ന് മുൻപേ തന്നെ PSC നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? അപ്പൊ നമുക്ക് നോക്കാം. 576/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 576/2024. ഇത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട തീയതി സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 31 മുതലാണ്. 2024 ഡിസംബർ 31 മുതലാണ്, അതായത് നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ. ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 29 ആണ്. 2025 ജാനുവരി 29 നിങ്ങൾക്ക് അപേക്ഷ അവസാനമായിട്ട് സമർപ്പിക്കാൻ, അതായത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 29 മുൻപ് നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇപ്പൊ ഡിഗ്രി ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഡിഗ്രി പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നിരിക്കണം. നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിലും റിസൾട്ട് വന്നിരിക്കണം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിഗ്രി ഇപ്പൊ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിന് പ്രിലിംസും ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ 2 പേപ്പറാണ് എന്നും പറഞ്ഞു അല്ലെ? പ്രിലിംസ് പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിലാണ് എന്ന് ടെന്റേറ്റീവ് കലണ്ടർ വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് വളരെ നല്ല രീതിയിൽ തുടങ്ങേണ്ട സമയം തന്നെയാണ് അല്ലെ? അതുപോലെ തന്നെ മെയിൻ എക്സാം ഉണ്ടാവുക ഓഗസ്റ്റ് ഒക്ടോബർ. ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഒരിക്കലും നമ്മൾ ഒരു പ്രിലിം പരീക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഠനം നമ്മൾ ചെയ്യരുത് അല്ലെ? പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം. നമുക്ക് എന്താണ്, മെയിൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ മെയിൻ എക്സാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 2ലും ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കി അങ്ങനെ സിലബസിനെ അനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അതല്ലാതെ ആദ്യം പ്രിലിംസിന് വേണ്ടിയിട്ട് കുറച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വീണ്ടും മെയിൻസിനുള്ള പഠനം വീണ്ടും ഒന്നേന്ന് തുടങ്ങി. അങ്ങനെ നമുക്ക് നടക്കില്ല. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് വേണം, മെയിൻ പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള മെറ്റീരിയൽസും അതുപോലെ അതിനുള്ള പഠനവുമാണ് നമ്മൾ ആദ്യം മുതലേ തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസിൽ കഴിഞ്ഞ പ്രാവശ്യത്തിലും മെയിൻ എക്സാമിന് വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ? മെയിൻ എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യം 2 പേപ്പർ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേതിൽ നിന്നും നല്ല രീതിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ? ഇംഗ്ലീഷ് 10 മാർക്ക് 13 മാർക്കായി, മലയാളം 13 മാർക്കായി, മാത്സ് 15 മാർക്കായി, അതുപോലെ സ്പോർട്സ് 3 മാർക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ 8 മാർക്ക്. അപ്പൊ അങ്ങനെ പല രീതിയിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നല്ല രീതിയിൽ മെയിൻ പേപ്പർ 1ന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ 7 മാർക്ക്, അതങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പർ 2ഉം അതെ, 2ഉം ഒബ്ജക്റ്റീവ് എക്സാം തന്നെയാണ്. പേപ്പർ 2ഉം അതുപോലെ തന്നെയാണ്. അവിടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഡെപ്തിലുള്ള പഠനമാണ് പേപ്പർ 2ന് വേണ്ടത്. അവിടെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ കേരള ഗവേണൻസും അങ്ങനത്തെ ഭാഗങ്ങളാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലും പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു പഠിക്കുക, അത് കഴിഞ്ഞ് പിന്നെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസിന് വേണ്ടി പഠിക്കുക, അങ്ങനെയല്ല. എന്തായാലും നമുക്ക് സിലബസ് ഒക്കെ കിട്ടി. അപ്പൊ ആ സിലബസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരു 75 ഡേ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 75 ഡേ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3-3.5 മാസം കൊണ്ട് നമുക്ക് ഇത് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും അല്ലെ? ഒരു 3.5 മാസം കൊണ്ട്. അപ്പോഴേക്കും നമ്മുടെ പ്രിലിംസ് എത്തുകയായി. അപ്പോഴേക്കും നമ്മൾ ഒരു വിധം, അതായത് പഠിക്കാനുള്ള ഒരു വിധം ഭാഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിവിഷനുള്ള സമയവും അടുത്തതായിട്ട് കിട്ടും. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് പ്രിലിംസിനും മെയിൻസിനും വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. കേരള ഹിസ്റ്ററിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ സിവിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അല്ലെ?
അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ബേസ് മുതൽ തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നത്. കാരണം എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഈസി ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ മാത്സ് പാടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് മാത്സ് ആദ്യം തന്നെ നമ്മൾ പലിശയുടെ കണക്കൊക്കെ ചെയ്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്ക് പോലെയുള്ള വലിയ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് മുതലുള്ള കാര്യങ്ങളെ പഠിച്ചു തുടങ്ങണം അല്ലെ. അപ്പൊ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, എന്തൊക്കെയാണ് സംഖ്യകള്, അഖണ്ഡ സംഖ്യകള്, നിസർഗ സംഖ്യകള്, ഇങ്ങനെയുള്ള സംഖ്യകളെ കുറിച്ചിട്ട് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് അടിസ്ഥാന ക്രിയകള്, ബോർഡ് മാസ് ഉപയോഗിച്ചിട്ടുള്ള ക്രിയകള്, എങ്ങനെ നമുക്ക് അഡീഷൻ ആദ്യം ചെയ്യണോ മൈനസ് ആണോ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകണം. ഇംഗ്ലീഷ് നോക്കിയാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷും പാടായിരിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ടെൻസ് കണ്ടുപിടിക്കാൻ അറിയില്ല, റിപ്പോർട്ട് സ്പീച്ച് വെക്കാൻ അറിയില്ല, പാസീവ് വോയിസ് ചെയ്യാൻ അറിയില്ല. കാരണം ഹാസ് ആണോ ഹാഡ് ആണോ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ടെൻസ് ഒന്നും പഠിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗ്രാമർ ഉണ്ട് അല്ലെ. ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ, അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വലിയ ഗ്രാമർ അല്ലെങ്കിൽ ടെൻസിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ എവിടുന്നാ തുടങ്ങുന്നത്? ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഒരുവിധമൊക്കെ ഹിസ്റ്ററി ആയാലും സിവിക്സ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒരുവിധം എല്ലാവർക്കും വായിച്ചാൽ പിന്നെയും വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ടോപ്പിക്കുകളും പഠിക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ GK നിന്ന് ടോപ്പിക് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പൊ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുണ്ട്. ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്ത് മറ്റൊരു സബ്ജക്ട് പഠിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിലും ഒരു സബ്ജക്ട് തന്നെ പഠിക്കുമ്പോൾ കുറെ ബോറടിക്കും, പിന്നെ ഓർമ്മ നിൽക്കാതെയാവും, കേറാതെയാവും പഠിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകളും എത്ര സമയം പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പൊ നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ മെന്റർ ഫസ്റ്റ് ഡേ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കൗട്ടുകൾ തരും. അപ്പൊ നിങ്ങൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കുറെ പ്രോബ്ലംസ് ചെയ്തു, പക്ഷെ നമ്മൾ ആപ്പിലുള്ള ക്ലാസ്സുകളൊക്കെ കണ്ട് കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു, പക്ഷെ അഡീഷണൽ കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യണം വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീണ്ടും വർക്കൗട്ടുകളായിട്ട് തരും. ആർട്ടിക്കിൾസിന്റെ ആയാലും പദശുദ്ധി ആയാലും. ഇനി അങ്ങോട്ട് പോകും തോറും ഓക്സിലറി വെർബ്, അടുത്തത് കണ്ടോ ഓക്സിലറി വെർബ് വയ്ക്കാൻ. അപ്പൊ അവിടെ അതെ വലുതായിട്ട് നമുക്ക് ടെൻസ് ഒന്നും അറിയേണ്ടാത്ത ഗ്രാമറുകളാണ് നമ്മൾ ആദ്യം പഠിച്ചു പോകുന്നത്. അപ്പൊ നമുക്ക് പതിയെ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് എന്താണ് അത് ചെയ്യാനുള്ള ഒരു താല്പര്യം വരും, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും അല്ലെ. അങ്ങനെ നമുക്ക് പഠിച്ചു മുന്നേറാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 13-ാം തീയതി, അതായത് ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനുവരി 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 75 ഡേ ടൈം ടേബിൾ കിട്ടും. അതിനോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സുകളും റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും അതേപോലെ ലൈവ് ക്ലാസ്സുകളും. ഇപ്പൊ ഇതിന്റെ തന്നെ അഡീഷണൽ ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, കൂടുതൽ MCQ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നത്തെ പ്രശ്നം എന്താണ്, ചോദ്യങ്ങൾ എങ്ങനെയാ വരിക എന്നുള്ളതാണ് അല്ലെ. പ്രത്യേകിച്ച് സിവിക്സ്, എക്കണോമിക്സ് പോലെയുള്ള സബ്ജക്റ്റിലൊക്കെ കുറച്ചുകൂടെ ലെവൽ കയറിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും ചോദ്യമായിട്ട് വരിക, ഇതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള MCQs ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെയായിരിക്കും നമ്മുടെ ഇതേ രീതിയിലായിരിക്കും നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പോകുന്നത്. Day 1, Day 2, Day 3 അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ചില ടോപ്പിക്കുകൾ നമുക്ക് പ്രിലിംസിന് മാത്രം ഉള്ളതുണ്ട്, മെയിൻസിന് ഇല്ലാത്തതും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതും പഠിക്കണം. പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തായാലും നമ്മളത് പഠിക്കണമല്ലോ. അപ്പൊ അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, അതായത് രണ്ടും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ കൃത്യമായിട്ട് ഒരു ലക്ഷ്യം വെച്ച് പഠിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോട് കൂടെ തന്നെയുണ്ട്. നമ്മുടെ ഒരു 75 ഡേ ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കണ്ടോ, മാത്സ് അവിടെ എത്തുമ്പോഴേക്കും ഭിന്നസംഖ്യകൾ നമ്മളിങ്ങനെ പഠിച്ചു വരികയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദശാംശ സംഖ്യകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലിശയുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അല്ലെ. ഭിന്നസംഖ്യകളെ വെട്ടിച്ചെറുതാക്കാനും അതുപോലെ ഏജുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും അതുപോലെ പ്രപ്പോർഷൻസും ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അംശബന്ധവും അനുപാതവും തമ്മിലുള്ള അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അത്ര അറിയാത്ത ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ബേസ് മുതൽ പഠിക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും എളുപ്പം. കാരണം നമുക്ക് ആ ഒരു
അടിത്തറ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ബാച്ചിന്റെ 75 ഡേ ടൈം ടേബിൾ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ കിട്ടാനായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് മെന്റർഷിപ്പോട് കൂടി തന്നെയായിരിക്കും ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുക. ആപ്പിൽ ക്ലാസ്സസ് ഉണ്ട്. ആപ്പിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാനും പറ്റും. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ MCQs ഉള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ കൃത്യമായിട്ട് മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സാപ്പ് ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ മടിച്ചു നിൽക്കുകയല്ല വേണ്ടത്, കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. നല്ലൊരു അവസരമാണ്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2024 വന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറച്ചൊരു ടെൻഷൻ ആയിരിക്കും. പ്രിലിംസ്, അത് കഴിഞ്ഞ് മെയിൻസ് 2 പേപ്പർ, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ട് തന്നെയാണ് പല ജോലികളിലേക്കും കയറുന്നത് അല്ലെ. അവരൊക്കെ കൺസിസ്റ്റന്റ് ആയി പഠിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു സ്ഥിരോത്സാഹം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജോലിയും നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ള പഠനം ആവരുത്. മെയിൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠനം തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം മുതലേ വേണ്ടത്. അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്